കാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വർഗീയതയ്ക്കെതിരെ ഒരു തരത്തിലുള്ള സന്ധിയും ഉണ്ടാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. LDF വടക്കൻ മേഖലാ ജാഥയുടെ ഭാഗമായി മമ്പാട് ടീക് ടൗണിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മമ്പാട് സ്വകാര്യ ആശുപത്രി ഡോക്ടറെ ആക്രമിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി. മമ്പാട് തെക്കുംപാടം കാഞ്ഞിരാല ഹർഷിദിനെയാണ് പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത്. നവകരണം പദ്ധതിയിൽ വനം വകുപ്പിന് ഭൂമി കൈമാറിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല. ചാലിയാർ പൊക്കാട് മേഖലയിൽ പെരുവഴിയിലായി 60 കുടുംബങ്ങൾ. ആരോഗ്യവകുപ്പിന്റെ മൂലേപ്പാടം സബ് സെന്ററിന്റെ സ്ഥലത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം. പഞ്ചായത്ത് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് BJP ജമാഅത്തെ ഇസ്ലാമി കോർഡിനേറ്ററായി VD സതീശൻ മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ബ്ലോക്ക് നിലമ്പൂർ സന്തക്കുന്നിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വർഗീയതയ്ക്കെതിരെ ഒരു തരത്തിലുള്ള സന്ധിയും ഉണ്ടാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. LDF വടക്കൻ മേഖലാ ജാഥയുടെ ഭാഗമായി മമ്പാട് ടീക് ടൗണിൽ നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാണ് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക. വിശ്വാസി സമൂഹത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ, അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ പ്രതിരോധിക്കാനാവുള്ളൂ. വിശ്വാസികളാരും വർഗീയവാദികളൊന്നുമല്ല. തെറ്റായ പ്രചരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. വിശ്വാസികൾക്ക് മതസൗഹാർദ്ദവും സാമുദായികമായ ഉള്ളടക്കത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള മാനവികതയും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നതാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ എല്ലാ മതത്തിൻ്റെയും സാരാംശം മാനുഷികമായ ഉന്നതി തന്നെയാണ്. അതുകൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം എന്ന് പറയുന്നത് വിശ്വാസികൾ ഉൾപ്പെടെ ചേരുന്ന അതിവിപുലമായ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ ആ കടമ നിർവഹിക്കാനാവുള്ളൂ. വർഗീയവാദികളാണെങ്കിൽ അവർക്ക് വിശ്വാസമില്ല, അത് ജിന്ന മുതൽ ഇങ്ങോട്ടില്ല. സവർക്കർ ഉൾപ്പെടെയുള്ളവരെ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാജ്യാധികാരത്തിലേക്ക് പ്രവേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ അധികാരം പിടിക്കലാണ്. അവർക്ക് പിന്നെ എന്ത് വിശ്വാസം? അവരുടെ മതം എന്ന് പറഞ്ഞ് അത് ഉപയോഗിച്ച് കോപ്പറേറ്റീവുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. ഞാൻ അതുകൂടി പറഞ്ഞാലേ ബോധ്യമുള്ളൂ. ഇവരാരും ഒരു സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുമല്ല. ഇവരുടെ എല്ലാം വർഗപരമായ ഉള്ളടക്കം, ഏത് വർഗീയവാദികളുടെയും ഉള്ളടക്കം കോപ്പറേറ്റീവുകളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. BJP അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമ്പാട് സ്വകാര്യ ആശുപത്രി ഡോക്ടറെ ആക്രമിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി. മമ്പാട് തെക്കുംപാടം കാഞ്ഞിരാല ഹർഷിദിനെയാണ് പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത്. മമ്പാട് സ്വകാര്യ ആശുപത്രി ഡോക്ടറെ ആക്രമിക്കുകയും ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്ത യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പ് നടത്തി. മമ്പാട് തെക്കുംപാടം കാഞ്ഞിരാല ഫർഷിദിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചത്. മമ്പാട് റഹ്മത്ത് ആശുപത്രിയിലെ ഡോക്ടർ തിഫിൽ റഹ്മാന്റെ പരാതിയിലാണ് ഫർഷിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ മാസം 30-നാണ് കേസിനാസ്പദമായ സംഭവം. സുഖമില്ലാത്ത വല്യുപ്പയെ പരിശോധിക്കുവാനായി വീട്ടിലേക്ക് വിളിച്ചതിൽ അപ്പോൾ തന്നെ ചെല്ലാത്തതിലുള്ള വിരോധം വെച്ച് പ്രതി ഡോക്ടറെ ആശുപത്രിയിൽ വെച്ച് തടഞ്ഞുവെച്ച് കൈകൊണ്ട് ഇടത് കൈയിൽ തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നും ജോലി തടസ്സപ്പെടുത്തി എന്നുമാണ് പരാതി. നവകരണം പദ്ധതിയിൽ വനം വകുപ്പിന് ഭൂമി കൈമാറിയ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചില്ല. ചാലിയാർ പൊക്കാട് മേഖലയിൽ പെരുവഴിയിലായി 60 കുടുംബങ്ങൾ.
വനമേഖലയോട് ചേർന്ന സ്വകാര്യ ഭൂമി നഷ്ടപരിഹാരം നൽകി വനം വകുപ്പ് ഏറ്റെടുക്കുന്ന നവകിരണം പദ്ധതിയിൽ ചാലിയാർ പൊക്കോട് മേഖലയിൽ നിരവധി കുടുംബങ്ങളാണ് ഭൂമി നൽകുവാൻ സന്നദ്ധത അറിയിച്ച് കരാർ വച്ചത്. എന്നാൽ ഭൂമി നൽകുവാൻ കരാർ വെച്ച 60ഓളം കുടുംബങ്ങൾ 4 വർഷത്തോളമായി നഷ്ടപരിഹാരം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. ഭൂമി വിൽപ്പന നടത്താതെ പണയം തുടങ്ങിയ മറ്റ് ക്രയവിക്രയങ്ങൾ നടത്തുവാനോ സാധിക്കാതെ പ്രയാസപ്പെടുകയാണെന്നും സർക്കാർ പ്രഖ്യാപിച്ച തുക നൽകി ഭൂമി ഏറ്റെടുത്ത് ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും കുടുംബങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏറനാട് നിയോജക മണ്ഡലത്തിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ 7-8 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെ ഏറ്റവും പ്രധാന വിഷയം വന്യമൃഗശല്യം തന്നെയാണ്. ഒരുപാട് വർഷങ്ങളായി 50-60 വർഷങ്ങളായി അവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഞങ്ങളെ രക്ഷിതാക്കളൊക്കെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വാർത്താ സമ്മേളനത്തിനും ഒരു വിഷയത്തിനും കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു. ആ തുടക്കം അതിൻ്റെ പേര് റീബിൽഡ് കേരള എന്നുള്ള പദ്ധതിയായിരുന്നു. അതിൻ്റെ തുടക്കം പോലും ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അന്നത്തെ DFO എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഈ വനത്തിനുള്ളിൽ പുറത്ത് കിടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, അവിടുത്തെ വീട്ടുകാരോടൊക്കെ ഒന്ന് സംസാരിക്കണം, എന്നിട്ട് നമുക്കൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളാ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട മുഴുവൻ വീടുകളിലും പോയി സംസാരിച്ച് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞ് പഞ്ചായത്തിലൊരു മീറ്റിംഗ് സംഘടിപ്പിച്ച വ്യക്തിയാണ്. അതുകൂടാതെ ഈ പദ്ധതി തുടങ്ങി 1 വർഷത്തോളം ഇവർക്കും വേണ്ടി നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പദ്ധതി നടപ്പിലായാൽ ഓരോ വീട്ടുകാർക്കും ഓരോ യൂണിറ്റിന് 15 ലക്ഷം വെച്ച് തരും എന്നായിരുന്നു ഗവൺമെൻറ്റിൻ്റെ വാക്ക്. അത് പ്രകാരം 75ഓളം കുടുംബങ്ങൾക്ക് അവിടെ പൈസ കിട്ടിയിട്ടുണ്ട്. അവർ പോയി. ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ, ഞങ്ങളെ ഒപ്പമുള്ള ആളുകൾ പോയപ്പോഴാണ് വിഷയങ്ങൾ കൂടിയത്. ആനശല്യം കൂടിയപ്പോൾ ഞങ്ങളാ പ്രദേശത്തുള്ള കുട്ടികൾക്കടക്കം പകൽ പോലും പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പകലാണെങ്കിലും ആന കാട്ടിലെവിടെ നിൽക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ് ഭൂരിഭാഗം പേരും. അവർക്ക് പുറത്തേക്ക് പോകാനോ രാത്രി നേരം വൈകി 6 മണിക്ക് ശേഷം വീട്ടിലേക്ക് വരാൻ കഴിയില്ല. ആനയുടെ മുൻപെട്ട അവനവൻ്റെ ജീവൻ പോയി, അത്രേ ഉള്ളൂ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരത് അവസാനിച്ചു. പക്ഷേ സാധാരണക്കാരെ കുടുംബങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഒന്നുകൊണ്ടും അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് വരാൻ കാര്യം. പ്രദേശത്ത് അടുത്ത കാലത്തായി വന്യമൃഗശല്യം രൂക്ഷമാണ്. ഗതാഗത യോഗ്യമായ റോഡില്ല. മഴക്കാലത്ത് ഈ പ്രദേശം തീർത്തും ഒറ്റപ്പെടുകയാണ്. ഓട്ടോ ടാക്സികൾ ഇവിടേക്ക് വരില്ല. സ്വന്തം വാഹനങ്ങളിൽ പോലും യാത്ര സാധ്യമാവില്ല. അടിയന്തര ഘട്ടത്തിൽ ആശുപത്രികളിൽ എത്താൻ പോലും പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ്. ഭൂമി സർക്കാർ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിനാൽ വിൽപ്പന നടത്തുവാൻ കഴിയില്ല. പുറത്ത് സ്ഥലം വാങ്ങുവാനും ഈ കുടുംബങ്ങൾക്ക് സാധിക്കില്ല. ഭൂമി നൽകുന്ന കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗം ഒരു യൂണിറ്റായി പരിഗണിച്ച് ഒരു യൂണിറ്റിന് 15 ലക്ഷം രൂപ തോതിലാണ് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നത്. മേഖലയിലെ 75 കുടുംബങ്ങൾക്ക് പണം ലഭിച്ചു. എന്നാൽ 60 കുടുംബങ്ങൾ ഇപ്പോഴും പണം ലഭിക്കാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ്. വനം റവന്യൂ ഉദ്യോഗസ്ഥരെ നിരവധി തവണ സമീപിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഉടൻ നടപടി ഉണ്ടാകുമെന്ന മറുപടി മാത്രമാണ് അധികൃതർ നൽകുന്നത്. അവിടെ മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്, ചെളിയാണ്, ഉറവയാണ്. പാടം മണ്ണിട്ട് നിരത്തിയിട്ട് ചെയ്തൊരു സ്ഥലമാണ്. അപ്പം സ്ഥലം എടുക്കുമ്പോൾ ആരും ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മലയിൽ കക്കാടംപൊയിൽ ഒരു തോട്ടത്തിൽ റബ്ബർ വെട്ടാനും ഒരു സ്ഥലം തോട്ടത്തിൽ നോട്ടമായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് താഴേക്ക് കുട്ടികളെ ഓരോ ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ മഴക്കാലം വന്നപ്പോഴാണ് സംഭവം വെള്ളക്കെട്ടാണെന്നുള്ളത് അറിയണത്. അപ്പോൾ എങ്ങനെയാലും ഈ പദ്ധതി ഞങ്ങൾ വീട് കൊടുത്തിട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ പദ്ധതി വന്നത്. അപ്പോൾ ഈ പദ്ധതിയിൽ വന്നതുകൊണ്ട് ഉൾപ്പെട്ടതുകൊണ്ട് ആ സ്ഥലം ഇപ്പം ആരും എടുക്കില്ല, പുറത്താരും ഒരാളും എടുക്കില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ 3 മാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഓട്ടോറിക്ഷ വരില്ല, ഒരു ബൈക്ക് വരില്ല, ഒന്നും വരില്ല. സർക്കാർ നിശ്ചയിച്ച പണം നൽകി പുനരധിവസിപ്പിക്കണം എന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനായി മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, വനമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരെ നേരിൽ കണ്ട് പരാതി അറിയിക്കുവാനാണ് ഇവരുടെ തീരുമാനം. 2019 നവംബർ 14 വരെ ഭൂമി കൈവശമുണ്ടായിരുന്നവരുടെ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങുന്നതിന് മുൻപും ഭൂമി വാങ്ങിയവരുടെ ഭൂമിയും
പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഒരു ലോണോ കാര്യങ്ങളോ അവിടെ ആർക്കും ഇപ്പോൾ ഓരോ വീട്ടുകാർ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ലോണിന് അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടണില്ല. പിന്നെ പറയണമെങ്കിൽ എന്താ വില്ലേജിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഇപ്പോൾ വീടിനോ ഒന്നിനോ റിപ്പയറിങ് കിട്ടണില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ വണ്ടിൻ്റെത് ഇപ്പോൾ പറഞ്ഞല്ലോ, വണ്ടി രാത്രി ഒന്നും വിളിച്ചാൽ വരുന്നില്ല. പിന്നെ മക്കളൊക്കെ ഒന്ന് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാരണം ഈ ആനശല്യം പേടിയാണ്, നമുക്ക് സമാധാനമല്ല കിടന്നുറങ്ങാൻ. പിന്നെ ഞങ്ങളെ തൊട്ടടുത്തൊക്കെ ഇതുപോലെ ഒരു വീട്ടുകാരുണ്ട്, അതിൻ്റെ അപ്പുറപ്പുറമുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ ഏറ്റെടുത്തു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കാട് മൂടി കിടക്കുകയാണ്. അങ്ങനത്തെ എല്ലാ അവസ്ഥ. പിന്നെ ഈ ഡിപ്പെൻഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ എന്നോട് പ്രത്യേകം പറയാൻ പറഞ്ഞതാണ്, അത് ഉമ്മാക്ക് 60 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അവരെ മുതലിന് ഇപ്പോൾ മോന് മക്കളെ സ്കൂൾക്ക് വിടേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാറി നിന്നാണ്. അത് പന്നിയങ്ങാട് ഉള്ളിലാണ് അവരുടെ വീട്. അപ്പം അത് അവർ മാറി നിന്നത് ഈ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനുള്ളൊരു ആവശ്യം കൊണ്ട് അങ്ങനെ മാറി വാടകയ്ക്ക് ചെയ്യുന്നു. ഇപ്പം ഉമ്മയും പോയി, കാരണം ഇപ്പോൾ ആനൻ്റെ ശല്യം കൂടുതലായപ്പോൾ ഉമ്മ ഇവിടുന്ന് മാറി നിന്നു. അപ്പോൾ ഇയറിങ്ങിൽ വന്ന സമയത്ത് ഓ വാടകയ്ക്കാണ്, കാരണം കുട്ടികളെ സ്കൂളിൽ വിടേണ്ട ബുദ്ധിമുട്ടിന് മാറി നിന്നാണല്ലോ. അപ്പോൾ പിന്നെ അത് ഇയറിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവനവിടെ ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അവനക്ക് അവർ മുതലേ ഉള്ളൂ, വാടകയ്ക്കാണ്, വേറെ വീടില്ല. അപ്പം അതൊന്ന് പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് താമസിക്കുന്നതാണെങ്കിലും ST വിഭാഗമായതിനാൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ഇവർ പറയുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയും പണം കൈമാറ്റവും പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുടുംബങ്ങൾ. വാർത്താസമ്മേളനത്തിൽ വിനോദ് കുമാർ തേക്കുംകാട്ടിൽ, റൈഹാനത്ത് കണ്ണിയിൽ, ലീലാച്ചേരിയിൽ, ബാലൻ പള്ളിയാളിത്തൊടി, ശൈലജ പൊറ്റയിൽ, ഭാസ്കരൻ കുണ്ടറക്കാടൻ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യവകുപ്പിന്റെ മൂലേപ്പാടം സബ് സെന്ററിന്റെ സ്ഥലത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം. പഞ്ചായത്ത് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തം. മൂലേപ്പാടത്ത് പടവിൽ PC കുര്യൻ സബ് സെന്ററിനായി 50 സെന്റ് സ്ഥലം സൗജന്യമായി ആരോഗ്യവകുപ്പിന് 1980കളിൽ നൽകിയിരുന്നു. നിലവിൽ ഇവിടെ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള സബ് സെന്റർ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വെറ്റിലക്കൊല്ലി, വെണ്ണേക്കോട്, അമ്പുമല, പാലക്കയം, കാട്ടുതായ്ക്ക, മുതുവാൻ നഗറുകളിലെയും മൂലേപ്പാടം H ബ്ലോക്ക് ഭാഗങ്ങളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ സബ് സെന്ററിനെയാണ്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിന് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുവാൻ നിലവിൽ സ്ഥലമില്ല. കഴിഞ്ഞ 8 വർഷത്തോളമായി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വാടക നൽകിയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. എന്നാൽ വാടക കുടിശ്ശിക വർദ്ധിച്ച സാഹചര്യത്തിൽ സ്ഥലമുടമ വാടക കുടിശ്ശിക തീർക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെയാണ് ആരോഗ്യ വകുപ്പിന്റെ സബ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുവാൻ ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വിചിത്രമായ ഈ നടപടിയിൽ നിന്നും പിന്മാറണമെന്ന് പൊതുപ്രവർത്തകനും LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ബൈജു ആൻഡ്രൂസ് ആവശ്യപ്പെട്ടു. മൂലേപ്പാടം H ബ്ലോക്കിലുള്ള THCയുടെ സബ് സെന്റർ, ഇപ്പോൾ ആ സബ് സെന്ററിന്റെ പുറകുവശത്തായിട്ട് നമ്മുടെ ചാലിയാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം കൊണ്ടുവരാൻ വേണ്ടി പഞ്ചായത്ത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആരോഗ്യ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പുറകിൽ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നാൽ സ്വാഭാവികമായിട്ട് പിന്നെ അമ്പുമല, വെറ്റിലക്കൊല്ലി, പാലക്കയം, വെണ്ണേക്കോട് കോളനികളിലുള്ള നഗരങ്ങളിലുള്ള കുടുംബങ്ങളും അതേപോലെ H ബ്ലോക്കിലും ഈ കാടിലും മൂലേപ്പാടത്തുമുള്ള ആൾക്കാർക്കുമൊക്കെ അവരെ പിന്നെ സ്ഥിരമായി വന്ന് മറ്റ് പരിശോധനകൾക്കും ഡോക്ടർമാരെ കാണാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സബ് സെൻ്ററിൽ ഇങ്ങനെയൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ, അതിനെക്കുറിച്ച് പഞ്ചായത്ത് അധികൃതർ മനസ്സിലാക്കാതെയാണ് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രം ഇതിൻ്റെ പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. ഇത് വളരെ അധികം പ്രതിഷേധാർഹമാണ്. ഈ കാര്യത്തിൽ ഈ ഇങ്ങനെയുള്ള നടപടികളിൽ നിന്ന് പഞ്ചായത്ത് പുറകോട്ട് പോയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും മറ്റും തീർച്ചയായിട്ടും ഉണ്ടാകും. സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ സബ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നത് കേട്ടുകേൾവി പോലുമില്ല. സബ് സെന്റർ പ്രവർത്തിക്കുന്ന സ്ഥലം മാലിന്യ കൂമ്പാരമാക്കുവാൻ അനുവദിക്കില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജനവാസ മേഖലയല്ലാത്ത പ്രദേശത്ത് ആവശ്യമായ സ്ഥലം ലഭ്യമാക്കി മാലിന്യ സംസ്കരണ കേന്ദ്രം തുടങ്ങുവാൻ അടിയന്തര നടപടി ആരംഭിക്കണം. ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കുവാനുള്ള നീക്കം പിൻവലിച്ചില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി നേരിടും. ആരോഗ്യവകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ജില്ലാ മെഡിക്കൽ ഓഫീസർ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകുമെന്നും ബൈജു ആൻഡ്രൂസ് പറഞ്ഞു. കോൺഗ്രസ് BJP ജമാഅത്തെ ഇസ്ലാമി കോർഡിനേറ്ററായി VD സതീശൻ മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.
LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ യാത്രയ്ക്ക് നിലമ്പൂർ ചന്തക്കുന്നിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മലപ്പുറത്ത് വന്നപ്പോൾ മുസ്ലിം ലീഗുകാരുടെ എല്ലാം വിചാരം അവരുടേതാണ് ഈ മലപ്പുറം എന്നാണ്. മലപ്പുറം ഇടതുപക്ഷത്തിൻ്റെ അതിശക്തിയായ കേന്ദ്രീകൃത നാടാണ് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ്. ഇതാണ് സജീവമായ ജനത. കുറച്ച് വോട്ട് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സജീവമായ ജനതയുണ്ട് ഇവിടെ. വർഗീയതക്കെതിരായിട്ട് ഉൾപ്പെടെ അതിശക്തിയായിട്ട് നിലകൊള്ളുന്ന ഒരു ജനത. ആ ജനതയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിശക്തിയായിട്ട് രാജ്യത്തും ഇവിടെയും എല്ലാം പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഈ കേരളം ഇതിൻ്റെ RSകാരും BJPക്കാരും പറയുന്ന പോലെ അതിലൊരു ഭൂതകാല ചരിത്രം പോലെ മനോഹരമാണ് എന്നാണ് ശുദ്ധാസംബന്ധം. ഈ കേരളത്തിൻ്റെ ഭൂതകാല ചരിത്രം ഫ്യൂഡൽ ജീർണതയുടെ അങ്ങേയറ്റത്തെ മനുഷ്യത്വവിരുദ്ധമായ ജനവിരുദ്ധമായ സമീപനങ്ങളുടെ ഒരു കേന്ദ്രഭൂമിയായിരുന്നു കേരളം. നൂറ്റാണ്ടുകൾ, 1-2 വർഷമൊന്നുമല്ല, നൂറ്റാണ്ടുകൾ. VMS ആണ് അതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്തത്. ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥയ്ക്കു മേലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം. ഇതല്ലേ കേരളത്തിന്റെ ഭൂതകാല ചരിത്രം. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ കേരളം തകരും. വിശ്വാസികളും അല്ലാത്തവരും വർഗീയതയ്ക്കെതിരെ ഒന്നിച്ചു നിൽക്കണം. വർഗീയതയ്ക്കെതിരെ ശക്തമായി പ്രതിരോധിക്കുന്ന ജനതയാണ് മലപ്പുറത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്ക് വർഗീയത ഇല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്നാൽ ഇരു സമസ്തകളും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല. ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും PK കുഞ്ഞാലിക്കുട്ടിയും ആരുടെ അഭിപ്രായത്തിനൊപ്പമാണെന്ന് വ്യക്തമാക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായപ്പോൾ BJPക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ നേതാവാണ് VD സതീശനെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാവങ്ങൾ എന്ന വാക്ക് കേരളത്തിൽ നിന്നും ഇല്ലാതാക്കും. LDF ഭരണ തുടർച്ചയിലെ പ്രധാന ലക്ഷ്യം ഇതാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കിയപ്പോൾ ബദൽ സംവിധാനം ഒരുക്കിയത് കിഫ്ബിയിലൂടെയാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PM ബഷീർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ആയിഷ ജാഥ നായകനെ ഷാൾ അണിയിച്ചു. മലയത്ത് ചന്ദ്രൻ, മാത്യു കുന്നംപള്ളി, കാസിം ഇരിക്കൂർ, KS സലീഖ, K സന്തോഷ് കുമാർ MP, PK സൈനബ, MA വിറ്റാജ്, ആലിസ് മാത്യു, B മുഹമ്മദ് റസാഖ്, പനന്തൻ നൌഷാദ്, എബ്രഹാം P മാത്യു, തോമസ് മാത്യു, പാറാട്ടി കുഞ്ഞാൻ, PV ഹംസ, വേട്ടേക്കോടൻ ഷംസു, E പത്മാക്ഷൻ, സ്കറിയ ഗ്നാത്തോപ്പിൽ, K മോഹനൻ, T രവീന്ദ്രൻ, P ഷബീർ, PT ഉമ്മർ, ജോർജ് M തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. മമ്പാട് ടാണ ടി ടൗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പരിഹാരം കഴിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. എന്താണ് ഗവൺമെന്റ് ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാം, നൽകുന്നുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാകും വരെ വീട്ടുവാടക 6000 രൂപ ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. കുടുംബശ്രീ വഴി ഉപജീവനത്തിന് പ്രത്യേക പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ദുരന്തം നടന്ന ഉടൻ തന്നെ കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയിട്ടുണ്ട്. മറ്റു കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് ഹൈക്കോടതി തന്നെ ശക്തിയായിട്ട് ഇടപെട്ടിട്ട് അവർ ആ കടം എഴുതിത്തള്ളാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഉരുണ്ട് കഴിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ 565 പേരുടെ 18.75 കോടി രൂപയുടെ കടം എഴുതിത്തള്ളി. ആദ്യം കേരള ബാങ്കിന് എഴുതിത്തള്ളി, ഇപ്പൊ എല്ലാ ബാങ്കിന്റെയും പണം എഴുതിത്തള്ളുന്നതിന് വേണ്ടി പണം ഗവൺമെന്റ് തന്നെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. 18.75 കോടി രൂപയുടെ കടമാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു അവസ്ഥ. വയനാട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ടൗൺഷിപ്പ് പദ്ധതി CPIM നേതൃത്വം സന്ദർശിച്ചതായും 178 വീടുകൾ ഉടൻ കൈമാറാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കോൺഗ്രസ് 230 വീടുകൾ നിർമ്മിക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇതുവരെ ഇടാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ അവർ 100 വീടുകൾ മാത്രമേ നിർമ്മിക്കൂ എന്ന് പറയുന്നു. മുൻപ് പറഞ്ഞത് 230 വീടുകളാണെന്ന്. തറക്കല്ല് പോലും ഇടാത്ത വീടുകൾ എങ്ങനെ ഉടൻ പൂർത്തിയാക്കുമെന്നും. മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കുന്ന കാര്യം
നേരത്തെ തന്നെ അവർ ഭൂമി വാങ്ങി പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന കോൺഗ്രസിന്റെ വീട് പണി യഥാർത്ഥത്തിൽ എവിടെയും തുടങ്ങിയിട്ടുമില്ല. 3 ഏക്കർ സ്ഥലം 3.5 ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത്. അത് വീടും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ എത്ര വീട് ഉണ്ടാക്കാൻ പറ്റുക? 100 വീട് ഉണ്ടാക്കണമല്ലോ. എത്രയാ പണം കിട്ടിയിട്ടുള്ളത് എന്നതിനെ പറ്റി പറയുന്നുമില്ല. അതാണ് ഒന്നാമത്തെ കളവ്. ഇനി രണ്ടാമത്തത്, കോൺഗ്രസിന്റെ 100 വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി. കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിന്റെ 100, കോൺഗ്രസിന്റെ 100, യൂത്ത് കോൺഗ്രസിന്റെ 30, അങ്ങനെ 230 വീടാണ് പ്രഖ്യാപിച്ചത്. അതിപ്പോൾ അവർ പറയുന്നത് 100 വീടാക്കി ചുരുങ്ങിയെന്നാണ്. അതെങ്ങനെ 100 വീടായി ചുരുങ്ങിയ? 230 വീട് വേണമല്ലോ. രാഹുൽ ഗാന്ധിന്റെ 100 വേണം, കോൺഗ്രസിന്റെ 100, അതും കോൺഗ്രസിന്റെ തന്നെ 100 കോൺഗ്രസിന്റെ വേണം, 30 യൂത്ത് കോൺഗ്രസിന്റെയും വേണം. അതിപ്പോ 100 ചുരുക്കി എന്ന് ഇപ്പൊ പറയാണ്. അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു പുതിയ കളവാണ്. വീട് നിർമ്മിക്കുവാൻ സർക്കാർ ഭൂമി നൽകിയില്ലെന്ന ആരോപണം കല്ലുവെച്ച നുണയാണെന്നും 2024 ഡിസംബർ 30 നടന്ന യോഗത്തിൽ തന്നെ സ്പോൺസർമാർക്ക് ഭൂമി നൽകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക 100 വീടുകൾക്കായി നൽകിയ തുക എങ്ങനെ കോൺഗ്രസിന്റെ സംഭാവനയായി കണക്കാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കോൺഗ്രസ് MLA-മാരും MP-മാരും സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യമുയർത്തി. ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി KSSPU ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൗണിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. വടപുരം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും LDF മണ്ഡലം കമ്മിറ്റി ചെയർമാനുമായ C. സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഐതിഹാസികമായ ഒരു തൊഴിലാളി പണിമുടക്ക് നടക്കുകയാണ്. തൊഴിലാളി വിരുദ്ധ തൊഴിൽ കോഡുകൾ, ലേബർ കോഡ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് ഈ സമരം നടക്കുന്നത്. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ, CITU, INTUC ഉൾപ്പെടെയുള്ള 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളാണ് ഈ സമരത്തിന് ആഹ്വാനം നൽകിയത്. രാജ്യത്തെ കർഷകരും കർഷക തൊഴിലാളികളും വിദ്യാർത്ഥികളും യുവജനങ്ങളും മഹിളകളും മറ്റെല്ലാ വിഭാഗങ്ങളും ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, സംഘടിത മേഖലയിലെ എല്ലാ ജീവനക്കാരും നാളെ പണിമുടക്കുകയാണ്. ടൗൺ ബ്ലോക്ക് പ്രസിഡന്റ് V. കേശവൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി TC വേലായുധൻ സ്വാഗതം ആശംസിച്ചു. KSSPU ബ്ലോക്ക് കമ്മിറ്റി മുൻ പ്രസിഡന്റ് PK സോമൻ മാസ്റ്റർ യോഗത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് G. ഗോപാലകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. 14 വനിതകൾ ഉൾപ്പെടെ 46 പേർ പങ്കെടുത്ത പ്രകടനത്തിന് VKP ജനാർദ്ദനൻ, V. കേശവൻ മാസ്റ്റർ, PK സോമൻ മാസ്റ്റർ, TC വേലായുധൻ, G. ഗോപാലകൃഷ്ണൻ, E. ഗംഗാധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിലമ്പൂർ നഗരസഭയുടെ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം LDF പ്രതിനിധികൾ ബഹിഷ്കരിച്ചു. നഗരസഭയുടെ ആസൂത്രണ സമിതി ഏകപക്ഷീയമായി പുനഃസംഘടിപ്പിച്ചു എന്നാരോപിച്ചാണ് ഇടതുമുന്നണിയുടെ പ്രതിഷേധം. എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും പുതിയ വാർഷിക പദ്ധതി രൂപീകരണം ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നിലമ്പൂർ നഗരസഭ 2010 നിലമ്പൂർ നഗരസഭയാകുന്നത്. ഈ 10 മുതൽ ഈ കാലം വരെ, കഴിഞ്ഞ വർഷം വരെ ഇതിൻ്റെ ആസൂത്രണ സമിതി സാധാരണ എല്ലാ വിഭാഗം ആളുകളെയും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ആസൂത്രണ സമിതിക്കാണ് എല്ലാ കാലം രൂപം കൊടുത്തത്. അതിനകത്ത് രാഷ്ട്രീയ പക്ഷഭേദം കാണിക്കാറേയില്ല. ഇപ്പം കഴിഞ്ഞ തവണ ആസൂത്രണ സമിതിയിൽ കോൺഗ്രസിൻ്റെ ശ്രീ VA കിരീം, ശ്രീ പാലോളി മെഹബൂബ്, അഡ്വക്കേറ്റ് ഷെറി, മുസ്ലിം ലീഗിന് നഗരസഭയിൽ പ്രാതിനിധ്യം ഇല്ലാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും ലീഗിൻ്റെ മുനിസിപ്പൽ പ്രസിഡന്റിന് ഉൾപ്പെടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സാധാരണ നമ്മൾ ഈ സമിതി രൂപീകരിച്ചത്. പക്ഷേ ഈ വർഷം അധികാരത്തിൻ്റെ വന്ന UDFൻ്റെ വലിയ അഹങ്കാരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഏകപക്ഷീയമായി ആസൂത്രണ സമിതിയെ UDF സമിതിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ അതിനകത്ത് യാതൊരു ആക്ഷേപവുമില്ല. ഈ നഗരസഭയിൻ്റെ പദ്ധതി രൂപീകരണം സാധാരണ നിലക്ക് UDFും അതിൻ്റെ ബന്ധപ്പെട്ട ചെയർപേഴ്സണൊക്കെ ആയിരിക്കും സാധാരണ മുന്നോട്ട് കൊണ്ടുപോകുക. അത് ആ നിലക്ക് തന്നെ കൊണ്ടുപോട്ടെ. പക്ഷേ ജനാധിപത്യത്തെ ആകെ തകർത്തുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിൽ ഞങ്ങൾ മാത്രം മതി എന്നുള്ള നിലപാടുമായി UDF, പ്രത്യേകിച്ച് നഗരസഭയുടെ ചെയർപേഴ്സൺ മുന്നോട്ട് പോകുമ്പോൾ
അതിൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യവും നിലമ്പൂരിലെ ഇടതുപക്ഷത്തിനില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പോലും ബഹിഷ്കരിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ഈ നാടിനെ കൊണ്ടെത്തിച്ചത്. നഗരസഭ രൂപീകൃതമായ 2010 മുതൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ആസൂത്രണ സമിതി പ്രവർത്തിച്ചിരുന്നതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. മുൻകാലങ്ങളിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിലെ UDF ഭരണസമിതി രാഷ്ട്രീയ മുൻവിധിയോടെ ആസൂത്രണ സമിതിയെ ഒരു UDF സമിതിയായി മാറ്റിയെന്നും ഇവർ ആരോപിക്കുന്നു. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടും പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ടും മുന്നോട്ടു പോകുന്ന നഗരസഭാ ചെയർപേഴ്സന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് പദ്ധതി രൂപീകരണ യോഗങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന് LDF വ്യക്തമാക്കി. വികസന കാര്യങ്ങളിൽ സർവകക്ഷി പങ്കാളിത്തം ഉറപ്പാക്കുന്ന മുൻകാല രീതി അട്ടിമറിക്കപ്പെട്ടതായി നേതാക്കൾ കൂട്ടിച്ചേർത്തു. രോഗപ്രതിരോധത്തിന്റെ സന്ദേശം നൽകി ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി നടത്തുന്ന ഹെൽത്തി കേരള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ തുടക്കം കുറിച്ചു. സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനിഷ ഉദ്ഘാടനം നിർവഹിച്ചു. മനസ്സിനെയും ശരീരത്തിനെയും അതുപോലെ തന്നെ ആത്മാവിനെയും ഒക്കെ തന്നെ ഗുണകരമാവുന്ന ഒരു തരത്തിലുള്ള ചികിത്സാ രീതിയാണ്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഒരു അസുഖം വരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. ആയുർവേദ ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് സത്യത്തിൽ ആളുകൾ അത്ര അവെയർ അല്ല. ഇത്തരം പരിപാടിയിൽ ഇത്തരം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിലൂടെയാണ് ആളുകൾ ഇത്തരം നമ്മളുടെ ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുക, നല്ല ഭക്ഷണം, വ്യായാമം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ISM DMO ഡോക്ടർ റോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിമി മുരളി, ഹോമിയോ DMO ഡോക്ടർ ജുമൈലത്ത്, ഡോക്ടർ നസീല, AK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടക്കുന്നിൽ യോഗ പ്രദർശനം നടത്തി. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായി. ക്യാമ്പയിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ നടത്തിയ പ്രദർശനം ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി. ജീവിതശൈലി രോഗത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചും അറിവ് നൽകുന്നതായിരുന്നു പ്രദർശനം. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. രോഗനിർണയത്തോടൊപ്പം മരുന്നും സൗജന്യമായി വിതരണം ചെയ്തു. ആരോഗ്യകരമായ ഭക്ഷണ രീതി പരിചയപ്പെടുത്തുന്ന സ്റ്റാളും പ്രദർശനത്തിലുണ്ടായിരുന്നു. ഭക്ഷണരീതി അറിയുവാനും രുചിച്ചു നോക്കുവാനും പാചകരീതി മനസ്സിലാക്കുവാനും സാധിക്കുന്ന രീതിയിലാണ് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത്. വ്യായാമത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഓർമ്മപ്പെടുത്തുന്ന സ്റ്റാളും ഏറെ ശ്രദ്ധ നേടി. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന റാമ്പ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകർക്കായി ഏറനാട് താലൂക്ക് വ്യവസായ ഓഫീസ് ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. മഞ്ചേരി ഇന്ത്യൻ മാളിൽ നടന്ന മീറ്റ് മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ M ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ലീഡ് ജില്ലാ മാനേജർ MV അഞ്ജന ദേവ് മുഖ്യ പ്രഭാഷണം നടത്തി. കൊണ്ടോട്ടി വ്യവസായ വികസന ഓഫീസർ നിസാം K കാരി വ്യവസായ വകുപ്പിന്റെ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു. മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ A അബ്ദുൽ ലത്തീഫ്, P സ്മിത എന്നിവർ സംസാരിച്ചു. ഏറനാട് ഉപജില്ലാ വ്യവസായ ഓഫീസർ M ശ്രീരാജ് സ്വാഗതവും മഞ്ചേരി വ്യവസായ വികസന ഓഫീസർ N സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. 21 ബാങ്ക് പ്രതിനിധികളും KFC പ്രതിനിധികളും 120 സംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു. നിർമ്മാണ തൊഴിലാളികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 2 ദിവസത്തെ രാപ്പകൽ സമരം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് കഴിഞ്ഞ 18 മാസക്കാലമായി ലഭിക്കാത്ത പെൻഷൻ അടിയന്തരമായി നൽകണമെന്നും വർഷങ്ങളായി ലഭിക്കുവാനുള്ള മറ്റ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് NA കരീം അധ്യക്ഷത വഹിച്ച സമരത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MK ബാലകൃഷ്ണൻ, ട്രഷറർ ജോൺ പഴേരി, സംസ്ഥാന ഭാരവാഹികളായ AP ഉസ്മാൻ, സനൽ നെടിയത്തറ, അനിൽ വട്ടപ്പാറ, R ദേവരാജൻ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.